നമസ്കാരം, IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നേക്ക. ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. രാവിലെ തന്നെ പുട്ടിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. നമ്മളുടെ വീട്ടിൽ പഴം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പഴം ഉണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ അത് പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവായിട്ട് അത് അവസാനിപ്പിക്കും. മാക്സിമം നമ്മൾ പഴം കളയാനായിട്ട് ശ്രമിക്കില്ല. പിന്നെ ഈവനിങ് സ്നാക്സിൽ പഴം വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ. അപ്പോ പഴം പഴുക്കുന്ന ദിവസം, പഴം കൊല വരുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യും? പുട്ടുണ്ടാക്കും. അപ്പൊ ഞാൻ പുട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുട്ട് ഇതാ ഒരു സൈഡിലായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പഴക്കൊല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ ഇനി അടുത്ത പരിപാടി നമ്മള് പയറാണ്, പയറ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈസി പയറ് കറിയാണ്. കുത്തിക്കാച്ച, നമ്മൾ പരിപ്പ് കുത്തിക്കാച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പയറ് ഞാൻ തലേ ദിവസം കുതിർത്താനിടും കേട്ടോ. എന്നിട്ട് പയറ് തലേ ദിവസം കുതിർത്ത് ഗ്യാസ് ഫോം ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടറിവാണ്, എനിക്കറിയില്ല. അങ്ങനെ പറയുന്നുണ്ട്. പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോ എപ്പോഴും ഗ്യാസ് ഫോം ചെയ്യലോ. അപ്പോ തലേ ദിവസം കുതിർത്തി ഇട്ടാൽ അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. അത് കേട്ടറിവാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പയറില് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലാണ് കയറ്റുന്നത്. ഹൈ ഫ്ലെയിമിൽ 1, ലോ ഫ്ലെയിമില് 2 വിസിലുമാണ് കേട്ടോ. കയറ്റിയിട്ടും നമുക്ക് എയർ പോവാനായിട്ട് മാറ്റി വെക്കാം. അതാ എയർ പോയപ്പോ നമ്മുടെ പയർ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളം അതോടുകൂടി തന്നെ വെള്ളം വേവിക്കുമ്പോ തന്നെ കുറച്ചധികം വെള്ളം വെച്ചാൽ മതി. വേറെ വെള്ളം നമുക്ക് ചേർക്കണ്ട. ഉള്ളിയും വെളുത്തുള്ളിയും ഇതാ ചതച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കാച്ചാം. ഉള്ളി കാച്ചുമ്പോൾ നമ്മൾ ഇടിച്ച മുളകാണ് കേട്ടോ ഇടുന്നത്. 2.5 സ്പൂൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇടിച്ച മുളകും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് അങ്ങനെയും ആക്കാം. ഞാൻ ഇതിലിപ്പോ ഇടിച്ച മുളക് മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് കാച്ചിയതിന് ശേഷം പിന്നെ ഈ ചീൻചട്ടി നമുക്ക് ഉപ്പേരി വെക്കാനും കൂടി ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പയർ ഇതിലിട്ട് തിളപ്പിക്കുന്നില്ല. ഞാൻ ഈ മൂത്ത ഉള്ളിയും മുളകും പയറിലേക്ക് നേരെ മാറ്റാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് മാറ്റുന്നുണ്ട്. അപ്പൊ എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇറക്കി വെക്കാം. അപ്പൊ നമ്മളുടെ പയറ് കറി തയ്യാറായിട്ടുണ്ട്. ഉപ്പേരി നമുക്ക് ചെറുകായാണ് കേട്ടോ. പാളയംകോടന്റെ കായ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പൊ നമുക്ക് അത് ഉപ്പേരി വെക്കാം. ചെറുകായ ഒക്കെ ഉപ്പേരി വെക്കുമ്പോൾ നല്ല കറി ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ മഞ്ഞപ്പൊടിയിൽ അരിഞ്ഞ് കുറച്ചു നേരം മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെക്കും. എന്നിട്ടാണ് കഴുകിയെടുക്കുക കേട്ടോ. ഒരു 3-4 ട്രിപ്പ് ഞാൻ കഴുകിയെടുക്കും. അപ്പൊ നമുക്ക് വെക്കാം. ചെറുകായയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മള് വേവിക്കാനായിട്ട് വെക്കും. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോ നമ്മൾ അത് ലോ ഫ്ലെയിമിൽ ഇടും കേട്ടോ. അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടും. ഞാൻ ഇതൊക്കെ ശരിക്ക് ഇടയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് കാണിക്കുന്നതിനേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട്, ചോറ് വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ വേറെ കുറച്ച് പണികൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കായ വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇറക്കി വെക്കുന്നത്. കാരണം ഇരുന്ന് വറ്റും. പിന്നെ കായയിലെ വെള്ളം വേഗം വറ്റുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അടിയെ പിടിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ കായക്കൊക്കെ കറി ഉണ്ടാവും. മൺചട്ടിയിലൊക്കെ വെക്കണതാവും നല്ലത്. പാത്രത്തിലൊക്കെ കറ പോവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് കാച്ചാനായിട്ട് ഞാൻ 3-4 വെളുത്തുള്ളിയും 5-6 ചെറിയുള്ളിയും ചുവന്നുള്ളി ഇട്ട് ചതയ്ക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ല പോലെ ഇത് ഓപ്ഷനിലാണ്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിട്ടേക്കാം, അത് വേണ്ട. പിന്നെ ഒരു ചട്ടിയിലെ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടിച്ച മുളകും ഒരു 2 ടീസ്പൂണോളം ഇടിച്ച മുളകും ഇട്ടിട്ട്
നമ്മൾ മൂപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. കായ അതിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഈ കായയിൽ നല്ല കറി ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക്, നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാനത് മാറ്റും. കാരണം കറ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പൊ നമ്മുടെ കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറ് നമ്മൾ കുക്കറിൽ വെച്ചതാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ചോറ്. പിന്നെ നമ്മുടെ കായുപ്പേരി, ചാറുകറി, പയർ കുത്തിക്കാച്ചിയത് ആണ്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ മോരുണ്ട്, പുളിയില്ലാത്ത മോരാണ്. നമ്മളത് വീട്ടിലാണ് തയ്യാറാക്കിയതാണ്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ പുളിയില്ലാതെ എങ്ങനെയാണ് കട്ടിയുള്ള തൈര് ഉണ്ടാക്കാന്നുള്ളത് പറയാട്ടോ. പിന്നെ അച്ചാറ്, ഗണപതി നാരങ്ങയുടെ അച്ചാറാണ്. നമ്മുടെ വീട്ടിലുണ്ടായതല്ല, അവിടെ ഒരു അടുത്ത വീട്ടിലുണ്ടായതാണ്. അത് നമ്മൾ തന്നപ്പോൾ അത് അച്ചാറ് ഇട്ടതാണ്. പിന്നെ കൈപ്പയ്ക്ക വറുത്തത്. അപ്പൊ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്